കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നത് എല്ലാ കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. ഐക്യ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷമുള്ള ഇത്രയും കാലത്തിനിടയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇത്രമേൽ തുക ചെലവഴിച്ച മറ്റൊരു കാലഘട്ടവും ഇല്ല എന്ന് ഏതൊരാൾക്കും ബോധ്യമാവുന്ന കാര്യമാണ്. ഓരോ ഇടങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലഘട്ടങ്ങളിൽ ചെലവഴിച്ച തുകയുടെ കണക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക. അതിനുവേണ്ടി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം കിഫ്ബിയിലൂടെ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ ചേർത്തല മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റത്തെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ചേർത്തലയുടെ തീരമേഖല എല്ലാ കാലത്തും പ്രയാസങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒറ്റമശ്ശേരിയിൽ കടൽ ഭിത്തി ഇല്ലാത്തതിൻ്റെ പേരിൽ കടലൊന്ന് കലിതുള്ളിയാൽ തീരം അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലേക്കും പ്രയാസത്തിലേക്കും നീങ്ങുന്നു എന്നുള്ളതിന് പരിഹാരമുണ്ടാവേണ്ടത് ഒരു അനിവാര്യമായ കാര്യമായിരുന്നു. കോടികൾ ചെലവഴിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കടൽ ഭിത്തി നിർമ്മിക്കേണ്ടത് ഒറ്റമശ്ശേരിയിൽ ഒരു അനിവാര്യതയായി വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാം കണ്ണുകൾ ചെന്നെത്തിയത് കിഫ്ബിയിലേക്കാണ്. കിഫ്ബിയുടെ സഹായത്തോടു കൂടി മാത്രമേ അത്തരമൊരു വലിയ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അതിനായ ശ്രമങ്ങൾ ആരംഭിച്ചു. 29 കോടി രൂപ മുതൽ പണം മുടക്കി ടെട്രാപോഡുകൾ നിരത്തി ആധുനിക രീതിയിൽ ഒറ്റമശ്ശേരിയിൽ കടൽ ഭിത്തിയുടെ നിർമ്മാണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തീരത്തെ ജനതയ്ക്കുണ്ടാക്കുന്ന സന്തോഷവും തീരത്തെ ജനതയ്ക്കുണ്ടാക്കുന്ന സംതൃപ്തിയും ചെറുതല്ല എന്ന് പറയട്ടെ. പാവപ്പെട്ടവർ, സാധാരണക്കാർ, തൊഴിലാളികൾ, ഇടത്തരക്കാർ, കർഷകർ എന്നിവരെല്ലാം വന്ന് കയറുന്ന അവരെല്ലാം ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ചേർത്തല താലൂക്ക് ആശുപത്രി. നാഷണൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഈ ആതുരാലയം പല വിധങ്ങളായ കാരണങ്ങളാൽ പ്രത്യേകതകൾ ഏറെയുള്ള ഒരു ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. ആധുനിക സംവിധാനങ്ങൾ, പുത്തൻ കെട്ടിടങ്ങൾ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ വീർപ്പ് മുട്ടിയിരുന്ന ബുദ്ധിമുട്ടിലായിരുന്ന ചേർത്തല ആശുപത്രിക്ക് ശാപമോക്ഷം ലഭിച്ചത് കിഫ്ബിയിലൂടെ അവിടേക്ക് പദ്ധതികൾ ഒഴുകിയെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 6 നിലകളിലുള്ള വലിയൊരു കെട്ടിടമാണ് ഇപ്പോൾ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ കോടികളാണ്, 70 കോടിക്കപ്പുറത്തേക്കുള്ള തുകയാണ് അതിനായി നീക്കിവച്ചിരിക്കുന്നത്. ആ പണി ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണതയിലേക്ക് എത്തുകയുമാണ്. തോടുകളാൽ പാലങ്ങളാൽ സമ്പന്നമാണ്, സമൃദ്ധമാണ് ചേർത്തല. പല പാലങ്ങളും കാലപ്പഴക്കത്താൽ പ്രതിസന്ധികളെ നേരിടുന്നു. ആ പാലങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ തീർത്തത്, ആ പാലങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നത് കിഫ്ബിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ്. കിഫ്ബിയിൽ നിന്ന് ധനസഹായം ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നെടുമ്പർക്കാട് വിളക്കുമരം പാലം കിഫ്ബി ധനസഹായത്തോടു കൂടി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 21 കോടിക്കപ്പുറത്തേക്ക് പണം മുടക്കിയിട്ടാണ് ആ പാലം യാഥാർത്ഥ്യമാവുന്നത്. ചേർത്തല, അരൂർ മണ്ഡലങ്ങളിൽ അധിവസിക്കുന്ന ഒരു ജനതയുടെ ദീർഘനാളത്തെ ആഗ്രഹം യാഥാർത്ഥ്യമായി തീരുന്നു എന്നുള്ള വലിയ പ്രത്യേകതയാണ് ചേർത്തല നെടുമ്പർക്കാട് വിളക്കുമരം പാലം യാഥാർത്ഥ്യമാവുന്നതോടുകൂടി സംഭവിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുക എന്നത് ഓരോ മേഖലയ്ക്കും അനിവാര്യമായ കാര്യമാണ്. അതിൽ നാം മുന്തിയ പരിഗണന കൊടുക്കേണ്ട ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പള്ളിക്കൂടങ്ങൾക്കാണ്. സർക്കാർ സ്കൂളുകൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ
അപര്യാപ്തത കൊണ്ട് വീർപ്പ് മുട്ടുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് എത്രയോ കാലങ്ങളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കാര്യമാണ്. അതിന് പരിഹാരമുണ്ടായത് കിഫ്ബിയുടെ ഇടപെടലോട് കൂടിയിട്ടാണ്. ചേർത്തലയിൽ തന്നെ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, ചേർത്തല സൗത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാരമംഗലം DVHSS, എണ്ണം പറഞ്ഞ പ്രധാനപ്പെട്ട ഈ സ്കൂളുകളുടെ എല്ലാം കെട്ടിടങ്ങൾ ഇന്ന് ആകാശത്തോളം മുട്ടിനിൽക്കുന്ന തരത്തിൽ ഏറ്റവും വമ്പൻ കെട്ടിടങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉണ്ടായിത്തീർന്നതിൻ്റെ പിന്നിൽ കിഫ്ബിയുടെ സാമ്പത്തിക സഹായം തന്നെയാണ്. ഓരോ പദ്ധതിയും ഓരോ പ്രവർത്തനവും ഒരു നാടിന് ഏറെ വേണ്ടപ്പെട്ടതാണ്. അത് മാർക്കറ്റിൻ്റെ വിപുലീകരണമാവട്ടെ, റോഡുകളുടെ കാര്യമാവട്ടെ. ചേർത്തല തണ്ണീർമുക്കം റോഡുകൾ ഉൾപ്പെടെയുള്ള നിരവധിയായ റോഡുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുകയാണ്. നിരവധിയായ പദ്ധതികൾ കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായി തീരുമ്പോൾ അതിനനുസരിച്ച് ഒരു നാടിൻ്റെ വികസന കുതിപ്പ് കൂടി ഉണ്ടാകുന്നുണ്ട്. ചേർത്തലയെ വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് എത്തിക്കുക എന്നത് ചേർത്തലയിലെ ജനതയ്ക്ക് അനുഭവവേദ്യമാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്കുണ്ടാവുന്ന നേട്ടമല്ല, ഒരു ജനതയ്ക്കുണ്ടാവുന്ന നേട്ടമാണ്. കിഫ്ബി എന്നത് ജനപ്രതിനിധികളുടെ നേട്ടമല്ല, ജനങ്ങളുടെ നേട്ടമാണ്. ചേർത്തലയിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് അതുതന്നെയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ ഞാൻ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാവുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന നേട്ടത്തിൻ്റെ കാര്യമാണ്. കിഫ്ബി അതുകൊണ്ട് തന്നെ ജനപ്രതിനിധിയല്ല, കേരളത്തിൻ്റെ ജനതയുടേതാണ്. നാളുകളിൽ വീണ്ടും ജനങ്ങൾക്ക് ഏറ്റവും സഹായകരമായി കിഫ്ബി ഉണ്ടാവണം, കിഫ്ബിയുടെ പദ്ധതികളും ഉണ്ടാവണമെന്നാണ് ഞങ്ങളെല്ലാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.